നമസ്കാരം. നമ്മുടെ ഇലക്ഷൻ തുടങ്ങിയതിന് ശേഷം നമുക്കറിയാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് അധികാരങ്ങളില്ല എന്നുള്ളത് നമുക്കറിയാം. ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്, അതായത് പിണറായി വിജയൻ സർക്കാരിന് കാര്യമായ അധികാരങ്ങൾ ഒന്നും തന്നെയില്ല. ഭരണനിർവഹണം കണ്ടിന്യൂ ചെയ്തു പോവുക എന്നുള്ളത് മാത്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ഭരണനിർവഹണത്തിൻ്റെ കൂന്തമുന ചീഫ് ഇലക്ഷൻ ഓഫീസർക്കാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു കത്ത് പുറത്തേക്ക് വന്നതിനകത്ത് BJPയുടെ ഒരു സീല് വന്നു. അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ കേരളത്തിലെ പ്രതിപക്ഷം അതിശക്തമായിട്ട് എന്തുകൊണ്ട് ഉന്നയിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകക്ഷിയായ CPM എന്തുകൊണ്ട് ശക്തമായിട്ട് ഉന്നയിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. കാര്യം എല്ലാവരും ചോദിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അതിന് ശരിക്കൊരു പഞ്ച് വന്നിട്ടില്ല. വളരെ ഗൗരവമുള്ളൊരു കാര്യമല്ലേ. അതായത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ഒരു കത്തിനകത്ത് BJPയുടെ സീല് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ ന്യായീകരിക്കാൻ പറ്റും? അതിന് ചീഫ് ഇലക്ഷൻ ഓഫീസർ പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി അത് ക്ലറിക്കൽ മിസ്റ്റേക്കാണെന്ന്. അതെങ്ങനെ അങ്ങനെ വരുന്നത്? ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ പല സീലുകളുണ്ടാവും. ഒരു സീല് മാറിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഒരു ഉന്നതമായ സ്ഥാനത്തുള്ള ഒരു ഓഫീസിൽ നിന്ന് ഒരു കത്ത് കൊടുക്കുമ്പോൾ ആ കത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സീല് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആകുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഒരു കത്ത് കൊടുക്കുമ്പോൾ ആ കത്തിനകത്ത് ഒന്നെങ്കിൽ CPMൻ്റെ സീലോ, അതുമല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സീലോ, ഇനി അതുമല്ലെങ്കിൽ ഇതുപോലെ തന്നെ BJPയുടെ ഒരു സീലോ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും, എങ്ങനെ അംഗീകരിക്കാൻ പറ്റും, അതെങ്ങനെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ പറ്റും? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ലിറ്റർ പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ലേശം ഉപ്പിടുന്നതിന് പകരം കീടനാശിനി എടുത്തൊഴിച്ചു എന്ന് പറയുന്നത് പോലെയല്ല ഈ ഒരു സംഭവത്തെ നമ്മൾ കാണേണ്ടത്. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരം വളരെ വലുതാണ്, നമുക്കതറിയാം. പ്രത്യേകിച്ച് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷനെ പോലും ചോദ്യം ചെയ്യുന്നത് ഒരു പരിധിവരെ തെറ്റാണെന്ന് പറയാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ക്രമവിരുദ്ധമായിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പൗരന് അത്തരം കാര്യങ്ങൾ ചോദിക്കാൻ അർഹതപ്പെട്ടതല്ല, ചോദിക്കേണ്ടത് തന്നെയല്ല. ഇവിടെ നീതിബോധമുള്ള പൊതുസമൂഹം ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് പ്രതികരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ്? ഇതൊക്കെ വെറും ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറയാൻ ഒഴിയാൻ പറ്റുന്ന കാര്യമാണോ? ഇതൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നതായിട്ടൊക്കെ സംഭവങ്ങൾ നടക്കുന്നതായിട്ടൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ കഥകളായിട്ട് കേട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം വെറും കഥകളായിട്ട് തന്നെ ഇവിടെ സ്വാഭാവികമായിട്ട് പലരും കരുതിയിരുന്നുള്ളൂ. എങ്കിലും ഇത് കഥകളല്ല, യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ള നിലയിലേക്കല്ലേ ഇപ്പോൾ പല കാര്യങ്ങളും കടന്നു വരുന്നത്. ഇത് വളരെ അപകടകരമല്ലേ? പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സൂചനയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലൊക്കെ വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്? ഇത് മിസ്റ്റേക്ക് അല്ലല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്ത ഒരു സംഭവമല്ലേ. ഒരു കാരണവശാലും അങ്ങനെ ഒരു കത്തിനകത്ത് അങ്ങനെ ഒരു സീൽ എങ്ങനെ വന്നു? ആ സീൽ എവിടുന്ന് കിട്ടി? അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഏതെങ്കിലും സബ് ഓഫീസുകളിൽ നിന്നാണെങ്കിൽ പോലും കൂടെ അവിടെ എങ്ങനെ ഒരു BJPയുടെ സീൽ ആ ഓഫീസിൽ കടന്നുകൂടി? അതെങ്ങനെ അവിടെ ഒരു സീൽ അവിടെ വന്നു? അതല്ലെങ്കിൽ ആ കത്ത് എങ്ങനെ BJPയുടെ ഓഫീസിൽ ചെന്നു? കാരണം ആ കത്തിൽ BJPയുടെ ഒരു സീല് വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ സർക്കാരിൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിനകത്ത് BJPയുടെ ഒരു സീല് വരണം. അതല്ലെങ്കിൽ ആ കത്ത് BJPയുടെ ഓഫീസിൽ ചെന്ന് അവിടെ നിന്ന് സീൽ ചെയ്തിട്ട് വേണം ആ കത്ത് പുറത്തേക്ക് വിടാനായിട്ട്. ഇതാണല്ലോ അതിനകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യം. ഇത് വളരെ 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 ഗൗരവം കൂടിയൊരു വിഷയമല്ലേ ഇത്. സാധാരണ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇത്ര ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ചീഫ് ഇലക്ഷൻ ഓഫീസർ അങ്ങനെ ഒരു വിശദീകരണം നൽകി കഴിഞ്ഞാൽ അത് എത്ര സ്വീകാര്യമാകും? അതൊരിക്കലും സ്വീകാര്യമായ ഒരു വിശദീകരണമല്ലല്ലോ. അത് ഗുരുതരമായ ഒരു മനഃപൂർവ്വം നടന്നിരിക്കുന്ന ഒരു വളരെ ഗൗരവം കൂടിയൊരു വിഷയമല്ലേ അത്. ഇതിനകത്ത് നീതിബോധമുള്ള പൊതുസമൂഹം വളരെ ജാഗ്രത ഉണ്ടാകേണ്ടതല്ലേ. ഇവിടെ പ്രതികരിക്കേണ്ട പ്രതിപക്ഷത്തിന് ശക്തമായൊരു പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിശക്തമായിട്ട് പ്രതികരിക്കേണ്ട പ്രതിപക്ഷത്തുള്ള നേതാക്കളെയൊക്കെ ഒരു പരിധിവരെ ഒതുക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇത്തരം വിഷയങ്ങളിലുള്ള പ്രതികരണശേഷി ഇല്ലായ്മ എന്നുള്ളതും നമ്മളിവിടെ എടുത്ത് കാണേണ്ടതാണ്. എന്താണെങ്കിലും നീതിബോധമുള്ള പ്രത്യേകിച്ച് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള പൊതു സമൂഹം വളരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട സമയമാണ്. ഈ വളരെ ജാഗരൂകരായിരിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഇലക്ഷനാണ്. നമുക്കറിയാം
ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും രാജാക്കന്മാരാകുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങളാകുന്ന രാജാക്കന്മാർ വിധി എഴുതുന്ന ഏക അവസരമാണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾ കടന്നുകൂടുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. അതൊരിക്കലും ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിയുന്നതിനകത്ത് ഒരു കാരണവശാലും അത് ന്യായീകരിക്കാൻ പറ്റില്ല. വളരെ 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 ഗൗരവം കൂടിയൊരു വിഷയമാണ് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നു. അത് പൊതുസമൂഹം, നീതിബോധമുള്ള പൊതുസമൂഹം അതിനകത്ത് ശക്തമായിട്ട് ഉത്കണ്ഠ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.